ഇന്നത്തെ ദിവസം മുതൽ ചില നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധി ആരംഭിക്കുവാൻ പോവുകയാണ്. ചില നക്ഷത്രക്കാരുടെ ഭാഗ്യം തെളിയാൻ പോകുന്നു. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്നു. നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനായി ഈ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ സാധിക്കുകയാണ്. അപ്പോൾ മാർച്ച് മാസം ഇന്നത്തെ അവസാന ദിവസത്തിൽ, അതായത് 31 മാർച്ച് മാസത്തിൻ്റെ അവസാന ദിവസമാണ്. ഇന്നത്തോടെ മാർച്ച് മാസം അവസാനിക്കുന്നു. അടുത്ത ഒരു മാസത്തിൻ്റെ തുടക്കമാകാൻ പോവുകയാണ് ഏപ്രിൽ മാസം. ഏപ്രിൽ മാസം ഓരോ നക്ഷത്രക്കാരെയും വളരെ വലിയ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. മേടവിഷു കൂടി ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഐശ്വര്യവും അതിലേറെ സമാധാനം, അതായത് ജീവിതത്തിൽ ഒരുപാട് നാളായി സമാധാനം എന്തെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ, അതിലേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, പിന്നെ മനസ്സിൻ്റെതായിട്ടുള്ള ചിന്തകൾ, വീട്ടിലെ കലഹങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ മനസ്സിനെ മതിച്ചുകൊണ്ട്, അതായത് മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വേളയിൽ സമാധാനമില്ല, എവിടെ ചെന്നാൽ സമാധാനം കിട്ടും എന്നലഞ്ഞ് ക്ഷേത്രങ്ങളിലേക്ക് എത്തുകയും അല്ലെങ്കിൽ ക്ഷേത്ര പ്രാർത്ഥനയിൽ മുഴുകി സമാധാനം കണ്ടെത്തുകയും ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു ജനത ഒട്ടാകെ. അപ്പോൾ സമാധാനമില്ലാത്തൊരവസ്ഥ ഇനി മാറാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അത് തന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത്. സൗഭാഗ്യങ്ങൾ തേടിയെത്തും. സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അരികിലേക്കായി എത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ മനസ്സമാധാനം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതായിരിക്കും. ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും വന്നപ്പോൾ അറിഞ്ഞൊന്ന് ചിരിക്കാൻ പോലും മനസ്സ് മറന്നുപോയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. ആകെ ബുദ്ധിമുട്ടുകളാൽ വലയുന്നതിനാൽ തന്നെ സമാധാനം എന്തെന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കുട്ടിക്കാലത്താണ് ആ ഒരു സമാധാനം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരാണ് കൂടുതലുമായിട്ടുള്ളത്. ഇവിടെ മാർച്ച് 31 ഇന്ന് അവസാനിക്കുകയാണ്. മാർച്ച് മാസം അവസാനിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ഏപ്രിൽ മാസമാണ്. ഇനി സമാധാനത്തിൻ്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. സന്തോഷം എന്തെന്ന് നിങ്ങൾ അറിയാൻ പോവുകയാണ്. ഭാഗ്യം കടന്നു വരികയാണ്. നേട്ടങ്ങൾ വരികയാണ്. ഭാഗ്യവും നേട്ടവും വരുമ്പോൾ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ആരോഗ്യ സൗഖ്യവും ശാരീരിക സുഖവും എല്ലാവിധ ഭാഗ്യങ്ങളും വരുമ്പോൾ പിന്നെ മനസ്സമാധാനക്കേട് അവിടെ ഉണ്ടാവുകയില്ല. അതിലുപരി ഈശ്വരാധീനം ധാരാളമായി ഉണ്ട് താനും. വളരെ നേട്ടങ്ങളാണ് വരാനായി പോകുന്നത്. ഒരുപാട് നാളത്തെ പ്രാർത്ഥനകളുടെ ഫലമെന്നോണം സൂര്യൻ രേവതി നക്ഷത്രത്തിലേക്ക് കൂടി പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായി പഞ്ചഗ്രഹി യോഗവും രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഈ രണ്ട് ഗ്രഹങ്ങളുടെയും രാശിമാറ്റം പഞ്ചഗ്രഹി യോഗത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായി സമ്പൽ സമൃദ്ധി, നഷ്ടപ്പെട്ടു പോയ സമാധാനം, പലവിധ ബുദ്ധിമുട്ടുകൾ മാറി സൗഖ്യവും നേട്ടവും അനുഭവിക്കാൻ പോവുകയാണ്. ഏപ്രിൽ 1 മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മാറ്റമാണ് വരാൻ പോകുന്നത്, നേട്ടമാണ് വരാൻ പോകുന്നത്. ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്തരം നക്ഷത്രമാണ്. ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ആ ശാന്തി, ആ മനസ്സിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു താളം, ഇതൊക്കെയും തിരികെ കിട്ടാൻ പോവുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രം. ധനമില്ലാത്ത ബുദ്ധിമുട്ട് ഒരു സൈഡിൽ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, രണ്ടും കൂടി മനസ്സിനെ ആകെ കലക്കി മറിച്ചിട്ടേക്കുന്നൊരവസ്ഥ, അതിനാണ് ഇവിടെ മാറ്റം വരാൻ പോകുന്നത്. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെയും നിങ്ങളുടെ ഈശ്വര വിശ്വാസത്താൽ അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹത്താൽ അറുതി വരാൻ പോകുന്ന സമയമാണ്. പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിരവധി ജോലി സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ ഇനി തെളിയുന്നതാണ്. അതിലേതാണോ ശരിയെന്നത് നിങ്ങൾ ചൂസ് ചെയ്തെടുത്ത് പോകുക. നല്ല സമയമായതിനാൽ നിങ്ങൾ എന്തിൽ തൊട്ടാലും അത് നേട്ടമാകും. അതുകൊണ്ട് അത് ഭയപ്പെടേണ്ട കാര്യമില്ല. പുതിയ കാര്യങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുന്നേ ആയിട്ടും നിങ്ങളുടെ ഇഷ്ടദേവനെ, നമ്മൾ ഓരോ മനുഷ്യനും ഓരോ നിങ്ങൾ ഇഷ്ടദൈവങ്ങളുണ്ട്. എല്ലാവരും ആരാധിക്കുന്നു എങ്കിൽ പോലും ചില ഇഷ്ടദൈവങ്ങൾ നമ്മളുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഇഷ്ടദേവനുണ്ടല്ലോ. അങ്ങനെയുള്ള ആ ഒരു ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്ര ദർശനം അനിവാര്യമാണ് നിങ്ങൾക്ക്. കൂടാതെ നിങ്ങൾ കുടുംബക്ഷേത്ര ദർശനം മുടക്കരുത്. വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം പറയുകയാണ്. കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ അനിവാര്യമായ ആവശ്യമായ ഒരു കാര്യമാണ്. ഈ ഒരു സമയമെന്നല്ല, എല്ലാ നക്ഷത്രക്കാർക്കും അനിവാര്യമാണ്. കുടുംബക്ഷേത്രം ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യത്തിനും നിങ്ങൾക്ക് വിനകൾ ഉണ്ടാവുകയില്ല എന്നത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് കുടുംബക്ഷേത്ര ദർശനം
മുടക്കാതിരിക്കുക. സമ്പത്ത് വർദ്ധിക്കാൻ പോവുകയാണ് ഉത്തര നക്ഷത്രക്കാർക്ക്. അതിനുള്ള യോഗം ഇവിടെ തെളിയുകയാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഒരു അച്ചടക്കം വേണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ അനാവശ്യ ചിലവുകൾ ധാരാളമായി വരും. അത് ഇന്ന ആൾക്കെന്നല്ല, എല്ലാവരിലും ഉള്ള കാര്യം തന്നെയാണ്. സമ്പത്ത് വരുമ്പോൾ പല പല ചിന്തകൾ, അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാം എന്നുള്ള ചിന്ത, മനുഷ്യരല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ വന്നു പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാതിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്തത്, അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു കാലഘട്ടം വീണ്ടും വന്നു പോയി കഴിഞ്ഞാൽ, വരാതിരിക്കട്ടെ, അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്ക് വീണ്ടും വന്നേക്കാം എന്നൊരു ചിന്ത വെച്ച് ഇപ്പോൾ കയ്യിലേക്ക് വരാൻ പോകുന്ന ആ വലിയ തുകകൾ നല്ല രീതിയിൽ ചിലവാക്കുക. ഈ ധനം ചിലവാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെയും ഒഴിയാൻ പോവുകയാണ്. സമാധാനം വർദ്ധിക്കാൻ പോവുകയാണ്. കുടുംബ പ്രശ്നങ്ങൾ കുറയാൻ പോവുകയാണ്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളെ വലയ്ക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെയും മാറി സമാധാനം തുടങ്ങാൻ പോവുകയാണ് ഏപ്രിൽ 1 മുതൽ. രണ്ടാമത്തെ നക്ഷത്രം അത്തമാണ്. അത്ത നക്ഷത്രക്കാർക്ക് കടബാധ്യതകൾ കുറയുന്നതാണ്. സൗഭാഗ്യം വർദ്ധിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ അനവധി ഉണ്ടാകാൻ പോവുകയാണ്. തൊഴിൽപരമായും സംതൃപ്തി ലഭിക്കാൻ പോവുകയാണ്. തൊഴിൽപരമായി അല്ലെങ്കിൽ കർമ്മമേഖലാപരമായി നമുക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി നമുക്ക് കിട്ടണം. അല്ലാതെ കഷ്ടപ്പെട്ടൊരു ജോലിയെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിനകത്തും അർത്ഥമില്ല. ഇഷ്ടപ്പെട്ട ഒരു ജോലി ഒരു കഷ്ടവും കൂടാതെ ചെയ്യുക എന്നതും വളരെ ഒരു സംതൃപ്തിയുടെ ഘടകമാണ്, അല്ലെങ്കിൽ ഭാഗമാണ്. ഇവിടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും അതിൽ നേട്ടങ്ങൾ കൊയ്യാനുമുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിലുള്ള വിള്ളലുകൾ മാറുന്നതാണ്. പങ്കാളിയുമായി നിലനിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ജോലി അല്ലെങ്കിൽ സ്വത്ത് തർക്കങ്ങൾ ഒക്കെ, എന്തെങ്കിലും ജോലിയിൽ തർക്കങ്ങൾ ഉള്ളവരാകട്ടെ, അല്ലെങ്കിൽ സ്വത്തുപരമായി കുടുംബപരമായുള്ള തർക്കങ്ങളൊക്കെ മാറുന്നതാണ്. ഈ ഒരു സമയം അത്ത നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 1 ശേഷമുള്ള ഒരു 41 ദിവസത്തിനുള്ളിൽ വിദേശത്ത് നിന്നൊരു ജോലിക്കുള്ള ഓഫറൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. തള്ളിക്കളയരുത്. പൂർണ്ണമായി അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് പോകാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ലൊരു കച്ചിത്തുരുമ്പാണ് നിങ്ങളുടെ മുന്നിൽ കിട്ടാൻ പോകുന്നത്. അതിനെ വെറുതെ തള്ളിക്കളയരുത്. മാനസിക പ്രയാസങ്ങൾ അകലുന്നതാണ്. നേട്ടങ്ങൾ ധാരാളമായി നിങ്ങളെ തേടി എത്തുന്ന സമയം കൂടിയാണ്. അത് നല്ല ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയും നിങ്ങളുടെ മിടുക്കുമാണ്. നേട്ടവും ഭാഗ്യവും നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ ചൂസ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ നാളത്തേക്കും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നത് ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കടമയാണ്. ആ കടമ മാത്രം നിങ്ങൾ നിർവഹിക്കുക. ഈശ്വരാധീനമുണ്ട്, ദൈവാധീനമുള്ള സമയമാണ്. മൂന്നാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രക്കാർ, അതായത് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. പുതിയതായി ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയായാലും പുരുഷനായാലും നല്ല സമയമാണ് നിങ്ങൾക്ക്. അങ്ങനെ മനസ്സിലൊരു ബിസിനസ് തുടങ്ങാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യാവുന്ന ഒരു സമയം കൂടിയാണ്. നല്ല ദിനങ്ങളാണ് മുന്നിലുള്ളത്. നല്ല ദിനങ്ങളെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആ സമയം ദൈവാധീനം ഉള്ളതിനാൽ എന്ത് കാര്യം ചെയ്താലും അത് വിജയത്തിൽ തന്നെ എത്തുന്നതായിരിക്കും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കും. നേട്ടങ്ങൾ നിരവധി നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിക്ഷേപങ്ങളൊക്കെ നടത്തുന്ന സമയമാണ്. അപ്പോൾ നിക്ഷേപങ്ങൾ നടത്തിയാൽ അത് ഭാവിയിൽ ലാഭകരമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആഗ്രഹിച്ച സാധനങ്ങൾ, ആഗ്രഹിച്ച വസ്തുക്കൾ, ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളുടെ കൈപ്പിടിയിൽ എത്തുന്നത് കൂടിയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് അല്ലെങ്കിൽ നീണ്ടൊരു ഗ്യാപ്പിന് ശേഷം പഴയ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പഴയ നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളൊക്കെ തിരികെ വരാനും അതുവഴി സന്തോഷിക്കാനുമൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ പരിചയം പുതുക്കി വീണ്ടും സ്നേഹബന്ധങ്ങൾ തുടങ്ങുന്ന ആളുകൾ വഴി ചിലപ്പോൾ ജോലിക്കുള്ള ഓഫറുകളൊക്കെ വരാനും സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഒരുപാട് നാളിന് ശേഷം കാണുന്നൊരു വ്യക്തി, അതിൽ ഒരു വ്യക്തിക്ക് ജോലി ഇല്ലാതിരിക്കുകയാണെങ്കിൽ മറ്റേ വ്യക്തി നല്ലൊരു പോസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ജോലി ചെയ്ത് നല്ല പേരും പെരുമയൊക്കെ ആയ ഒരു വ്യക്തി ആണെങ്കിൽ ആ വ്യക്തിയിലൂടെ ചിലപ്പോൾ നമ്മുടെ ജീവിതവും അറിയാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ട്. പുതിയ ചില ആളുകളെ പരിചയപ്പെടാനാകാം, അല്ലെങ്കിൽ പഴയ പരിചയങ്ങൾ വീണ്ടും പുതുക്കുന്നതും ഏതും നിങ്ങളുടെ ഭാവിക്ക് ശോഭനമായ ഒരു വെളിച്ചമായി മാറുന്നതാണ്. ഉത്രാടമാണ് അടുത്ത നക്ഷത്രം. അപ്പോൾ ഈ വിഷുക്കാലമൊക്കെയാണ്. ഒരു വാഹനമൊക്കെ വാങ്ങിക്കാമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുകളുള്ള ആളുകൾ ധാരാളമുണ്ട്. മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഉത്രാടം നക്ഷത്രക്കാർക്കുടൻ തന്നെ ഒരു വാഹനം വാങ്ങാനുള്ള ഭാഗ്യം തെളിയുന്നതാണ്. അതേപോലെ തന്നെ സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ്. അഭിവൃദ്ധി നിങ്ങളെ തേടിയെത്തുന്നതാണ്. മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും, അതായത് ധനം കയ്യിലില്ല, അത് തന്നെ നിങ്ങളെ മാനസികമായി വലച്ചുകൊണ്ടിരുന്നത് മാറുന്നതാണ്. മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്.
സഹോദരങ്ങളുമായൊക്കെ ചേർന്ന് ബിസിനസ് നടത്താൻ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ്, ലാഭമാണ്. ഇതിനേക്ക് ചിന്തിച്ച് മുന്നിട്ടിറങ്ങുന്നെങ്കിൽ ലാഭകരമാണ്, മുന്നോട്ട് പോകാം, ഒരു കുഴപ്പവുമില്ല. ദാമ്പത്യത്തിൽ സന്തോഷമുണ്ടാകുന്നതാണ്. സ്വത്തുപരമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. അതായത് അയൽക്കാരുമായിട്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളുമായിട്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടാകും. എങ്ങനെയായാലും സ്വത്ത് തർക്കങ്ങൾ ഒരുപാട് നിങ്ങളെ ഇട്ട് വലയ്ക്കുന്നുണ്ട്. ഒരുപാട് കാശും ചിലവായി പോകുന്നുണ്ട് അനാവശ്യമായി. അപ്പോൾ അതൊക്കെ മാറാൻ പോവുകയാണ്. അതേപോലെ തന്നെ ശമ്പളം ധാരാളമുള്ളൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം കൂടി ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ധാരാളമായി ഉണ്ടാകുന്ന സമയം കൂടിയാണ് ആരംഭിക്കുന്നത്. കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് പോരാടി അവസാനം സഹായത്തിനില്ലാതിരുന്ന അവസ്ഥ ഇവിടെ മാറുകയാണ്. ഭഗവാൻ സഹായത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില ഗൃഹമാറ്റങ്ങളൊക്കെ കാരണം ഒരുപാട് അനുഭവിക്കേണ്ടത് അത് ഏത് മനുഷ്യനുമുണ്ട്. നല്ല സമയമുണ്ട്, മോശ സമയമുണ്ട്. അപ്പോൾ നല്ല സമയങ്ങളിൽ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക, മോശ സമയങ്ങളിലും നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ മുടക്കാതിരിക്കുക. നല്ല സമയം വരുമ്പോൾ കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി. അല്ല മോശ സമയം വരുമ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കണം എന്നല്ല. നല്ല സമയമാണെങ്കിലും മോശ സമയമാണെങ്കിലും ധാരാളം ഭഗവാനെ പ്രാർത്ഥിക്കുക. അത് മാത്രമാണ് എനിക്ക് എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അതുപോലെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുകയാണ്. മാനസികമായി സന്തോഷം വർദ്ധിക്കുകയാണ്. സന്തോഷം വർദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിനെ ബാധിച്ചിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അകന്നു പോകുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കടം വാങ്ങിച്ച് ഒരുപാട് കൂട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ. ഒരുപാട് ഫ്രണ്ട്സും അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ ധനം തന്ന് സഹായിച്ചിട്ടുമുണ്ട്. അതൊക്കെ വീട്ടാൻ സാധിക്കുകയും വീണ്ടും മിച്ചം പിടിച്ച് ഒരു നല്ല നിലയിലേക്ക് ഉയരാനുള്ള, നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപവും ആഢ്യത്വവും ഒക്കെ തിരികെ ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭാഗ്യമാണ്, നേട്ടമാണ്, ഐശ്വര്യമാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.